ഹായ്, അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഹോം ടൂറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇതൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള വീടാണ്, ഒരുപാട് പ്രത്യേകതകൾ, എൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളും എൻ്റെ ഒരുപാട് സ്വപ്നം, ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ കാണുന്നത്. ഈ വീട് നിങ്ങൾ വിചാരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു വീട് അല്ല, ഒരുപാട് നാളത്തെ അധ്വാനവും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിനൊരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഇല്ലാത്ത ഒരു പ്രത്യേക എന്താ പറയുക, ഈ ഡിസൈൻ ഞങ്ങൾ ഒരു നെറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നെറ്റിൽ നിന്ന് എടുത്തിട്ട് അവരുടെ നിന്ന് മേടിച്ചതാണ്. അത് ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് തൊട്ട് നമുക്ക് പോവാം. ഈ രണ്ട് സൈഡിലും ഒരു യാദൃശ്ചികമായിട്ടൊരു തെങ്ങുണ്ടായിരുന്നു. സ്ഥലം മേടിച്ചത് ഒരുപാട് നാൾ മുമ്പാണ്. ഞാൻ ഗൾഫിലുള്ള വന്നതിന് ശേഷം മേടിച്ചതാണ് ഈ ലാൻഡ്. ഞങ്ങൾ തൊട്ടപ്പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അവിടെ ഒരു ചെറിയൊരു വീടായിരുന്നു കേട്ടോ. ഈ രണ്ട് സൈഡിലും നോക്കണ്ടേ, നല്ല ഗ്രാസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഇതാണ്. ഒരു കൊളോണിയൽ സ്റ്റൈലിൽ തന്നെയാണ് വീട് വന്നിരിക്കുന്നത്. സൈഡിൽ രണ്ട് ഗ്രാസ് വെച്ച് ചെറിയ രണ്ട് പന വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു പില്ലറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആ പില്ലറിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇതിൻ്റെ ഒരു പൈപ്പുകളൊന്നും ഇവിടെ കാണില്ല. ആ പില്ലറിൻ്റെ അകത്തുകൂടിയാണ് ഇതിൻ്റെ വാട്ടർ ഡ്രെയിനേജ് എല്ലാ പൈപ്പുകളും താഴത്തേക്ക് പോന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഞാനൊരു ഇതിനു വേണ്ടി കാണിക്കുന്നതല്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ, അതായത് ചെറുപ്പക്കാർക്ക് നമ്മൾ ഒന്നും സാധിക്കില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. നമ്മൾ കഷ്ടപ്പെടാനും നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ എന്തെങ്കിലും സാധിക്കും എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഞാൻ ഈ വീട് കാണിക്കുന്നത്. ആദ്യം തന്നെ അതുകൂടി പറയുകയാണ്. 2.5 വർഷമായി ഞാൻ ഈ വീട് പണിതിട്ട്. ഞാൻ ഇതുവരെ ഒരുപാട് ചാനലുകാർ വന്നായിരുന്നു ഈ വീടിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം, അതിനെക്കൊണ്ട് ഒരുപാട് മെയിൻ ചാനലൊക്കെ വന്ന് ഞാൻ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ ഈ വീടിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത്. കാര്യം ഒരുപാട് വേഴ്സ് പറഞ്ഞ് ഈ വീടിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുന്ന പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ തയ്യാറായത്. അതിനൊരു കാര്യം കൂടിയുണ്ട്. ചെറുപ്പക്കാർക്ക് എൻ്റെ ഒരു സ്പാർക്ക് സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറീസിൽ ഒരുപാട് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അത് ഞാൻ ആ സ്റ്റോറീസിൽ പറയുന്നുണ്ട്. സ്പാർക്ക് സ്റ്റോറീസിൽ ഞാൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്, മോട്ടിവേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അടുത്ത സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ എത്താം, ഒരു ചെറുപ്പക്കാരന് ഇത്രയും എത്താൻ പറ്റും. നമുക്ക് പടച്ചവൻ്റെ ഒരു വിധി ഉണ്ടെങ്കിലും പടച്ചവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ആർക്കിടെക്റ്റോ എഞ്ചിനീയർ. ഞാൻ ഒരു പ്ലാൻ മേടിച്ചതാണ്. അതിന് ശേഷം ഒരു എഞ്ചിനീയർ രഞ്ജിത്ത് സാർ ഉണ്ടായിരുന്നു. ആ സാറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇടയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. ആ സാറിന് ഈ അവസരത്തിൽ ഒരുപാട് പേര് ഈ അവസരത്തിൽ ഞാൻ വർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഞങ്ങളുടെ മേശരി രതീഷ് മേശരി ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നയിച്ചത്, കാര്യം ചെയ്യിപ്പിച്ചു തന്നത്. കാര്യം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളിയാണ് ചെയ്തത്, രതീഷ് മേസറിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇൻറ്റീരിയർ വർക്കെല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ ഒരു അപ്പുറത്താണ് ഞങ്ങളുടെ വീട്. ആ വീട്ടിലൊരു മെഷീനറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ജോലിക്കാരെ വെച്ചിട്ട് ഞങ്ങളത് ഓരോരോ ഡിസൈൻ കൊടുത്തിട്ട് ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത് ഡിസൈൻ ചെയ്യിക്കുകയും ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഫ്രണ്ട് എലിവേഷൻ എല്ലാം ഞാനത് എന്താ പറയണ്ട, ഫ്രണ്ട് എലിവേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിലാണ് ഡിസൈൻ ചെയ്യിച്ചു തന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള വീടെന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ഒരുപാട് കാലത്തെ അധ്വാനം, ഒരുപാട് കാലത്തെ പ്രയത്നമുണ്ട്. ഞാനൊരു ഓപ്പണായിട്ട് പറയുന്ന ഒരു വീടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ആ ഒരു വീടിന് വേണ്ടി മാത്രമാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഒരു വീടെന്ന സ്വപ്നം എനിക്ക് ആഗ്രഹത്തിന് വേണ്ടിയാണ്. 20 വർഷത്തിന് ശേഷമാണ് വീടെന്ന സ്വപ്നം ഞാനൊരു യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ തറക്കല്ലിടാൻ നേരത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്ന്. നമുക്ക് 2 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചു. ഞാൻ ആ വീടിൻ്റെ തറക്കല്ലിടാൻ നേരത്ത് മനസ്സിൽ വിചാരിച്ചതാണ്. നമ്മളൊരു വീടില്ലാത്തൊരു വ്യക്തിയായിരുന്നു, ആർക്കെങ്കിലും ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുക. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നു, നല്ലൊരു വീട്. അത് ഞാനിപ്പോഴും ദൈവത്തിനോട് സ്തുതിക്കുകയാണ്. ഇനി ഞാൻ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാം. ഓരോരോ ഡിസൈനും ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് ഞാനത് ചെയ്യിച്ചത്. ഇതൊരു കാർ പോർച്ചായിട്ട് വരും. കാർ പോർച്ച് അപ്പുറത്ത് സൈഡിൽ ഒരു വലിയൊരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. സീലിങ് ചെയ്തിട്ടുണ്ട് കാർ പോർച്ചിൻ്റെ. ഈ തറ തന്നെ നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ തറ വന്നിരിക്കുന്നത്. 10 അടിയോളം തറ ഹൈറ്റിൽ വന്നായിരുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റെയർ ഇത് നോക്കേണ്ട, ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് തന്നെ നാനോ വൈറ്റിലാണ്. അപ്പോൾ കാല് പെട്ടെന്ന് വഴുതി പോകാതിരിക്കാൻ ഇവിടെ സ്റ്റീൽ ബീഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഗൾഫിൽ വെച്ച് കണ്ടെക്കുന്നതാണ്. ഇങ്ങനെ
ഓരോ മാളിൻ്റെ മാളിലൊക്കെ ഉണ്ടാവും, അവിടെ ഇങ്ങനെ 2 സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു ഡിസൈൻ, ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് സൈഡുകൾ. പിന്നെ ഇതിനൊരു എന്താ പറയണ്ട, ഈ വീടിന് പവർ വേണ്ട, എല്ലാം സോളാറിലാണ്. അവിടെ സോളാറാണ് കൊടുത്തത്. കാർപോർച്ചിൻ്റെ മേളിൽ ഫുള്ള് സോളാണ്. 1 രൂപ പോലും ഇതിന് കറണ്ട് ചാർജ് 1000 രൂപയിൽ താഴെ കണ്ടാണ് കറണ്ട് ചാർജ് വരുന്നത്, 1000 സംതിങ്. ചില സമയത്തൊക്കെ ഇങ്ങോട്ട് 1 രൂപ പോലും വരികയില്ല, ഇങ്ങോട്ട് കാശ് കിട്ടുന്ന രീതിയാണ് ഈ സോളാർ വെച്ചിരിക്കുന്നത്. 10K ആണ്, അതായത് 10,000 കിലോ വാട്ട്സാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഷോപ്പുകളെല്ലാം സോളാറിലേക്ക് വരികയാണ്. സോളാർ ഒരു നല്ലൊരു എന്താ പറയണ്ട, എനിക്ക് അവിടെ നല്ലൊരു എമൗണ്ട് കറണ്ട് ചാർജ് വരുന്നുണ്ടെന്ന് വെച്ചാണ്. ഇപ്പോൾ 20,000 കിലോ വാട്ട്സിൻ്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് സോളാർ. അപ്പോൾ അവിടെ ഇപ്പോൾ കറണ്ട് ചാർജൊക്കെ എല്ലാം നില്ലായിട്ട് വന്നിരിക്കുന്നുണ്ട്. അവിടെ 70,000 രൂപകളൊക്കെ കറണ്ട് ചാർജ് വരുന്നതായിരുന്നു ഒരു ഷോപ്പിലൊക്കെ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഈ വുഡുകളൊക്കെ ഞാനതൊരു ഏതാ പറയണ്ട, മുടിക്കൽ ഫോറസ്റ്റിൽ നിന്ന് ലേലം വിളിച്ചതാണ്. അപ്പോൾ ഞാനൊരു വീടില്ലാതെ 10-20 വർഷവും നിന്നയിച്ച ആളാണ്. വീടെന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാതെ അത് അപ്പുറത്തെ വീട് ഞാനത് വാടകയല്ല, നമ്മളവിടെ താമസിക്കാൻ തന്നതാണ്, വില സ്വന്തമില്ലായിരുന്നു. അപ്പോൾ അത് പിന്നൊരു കാലത്ത് ഗൾഫിലുള്ളപ്പോൾ ഞാനത് ഗൾഫിൽ വന്നതിന് ശേഷം മേടിച്ചു. അതിന് ശേഷമാണ് ഈ ഒരു സ്വപ്നം. ഇതുപോലെ നിങ്ങൾക്കും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു ഭവനം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, ഒരു വീട്. അപ്പോൾ ഈ വീട് നമ്മളൊരു പ്രതീക്ഷ കൈവിടേണ്ട. നമ്മളുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ജീവിക്കുന്നുള്ള പ്രതീക്ഷ നമ്മൾ ആരും കൈവിടരുത്. എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളാണെങ്കിലോ, ഞാനൊരു കാര്യം പറയണം, നമ്മളൊരു പ്രതീക്ഷിക്കണം. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവും. അത് ദൈവം തമ്മിലോട് പ്രാർത്ഥിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, വീടില്ലാത്തവരും. ഞങ്ങൾക്കൊന്നും എപ്പോഴാണെന്നുള്ള പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരു സമയം, ഇപ്പോൾ നമ്മളല്ലെങ്കിൽ നമ്മളുടെ മക്കളായിട്ടാണെങ്കിലും അതൊരു ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾക്കില്ലായിരുന്നു, ഞാനായിട്ടാണ് ഉയർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ കൂടി കൊണ്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇച്ചിരി പറഞ്ഞു പോയതാണ്. എൻ്റെ ഒരു എന്താ പറയണ്ട, എൻ്റെ ഒരു ഡ്രീമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വീട്ടിലെ അകത്തെ വിശേഷങ്ങൾ കാണാം. അതിൽ തസ്നി ജോയിൻ ചെയ്യാനുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ പുറത്ത് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി നമ്മുടെ വീടിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണ് സെറ്റിങ്, ഇൻറ്റീരിയർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ആദ്യമായിട്ടായിരിക്കും ഞാൻ അന്ന് ചെയ്തപ്പോൾ അധികം ആരും ചെയ്യുന്നില്ലായിരുന്നു. ഈ ഇറ്റാലിയൻ മാർബിളാണ് എല്ലാവരും ഇടുന്നത്. ഈ ആർട്ടിഫിഷ്യൽ എന്താ പറയുക നാനോ വൈറ്റ് മാർബിൾ ഈ ഗ്രാനൈറ്റ് ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഫ്ലോർ ഉപയോഗിക്കാം. ഇതെല്ലാം കിച്ചൺ ടോപ്പിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേണ്ട ഇവിടെ ഒരു നല്ലൊരു ട്രീ അതൊരു വരച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊരു കോട്ടയാട് പോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. കോട്ടയാടിൽ കുറച്ച് ഗ്രാസൊക്കെ അത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇതിനൊരു പില്ലറുണ്ട്. പില്ലർ കവർ ചെയ്യണത് ഒരു എന്താ പറയുക വിനീറും പ്ലൈവുഡും വെച്ചിട്ടാണ് ഫുള്ള്. അതിലൊരു സ്റ്റീൽ ബീഡിങ്. ഈ സ്റ്റീൽ ബീഡിങ് എല്ലാം എൻ്റെ വീട്ടിൽ അത് ഒരു സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടാവും. അതിന് അങ്ങനെ ഒരു എല്ലായിടവും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ പൊസിഷൻ ഫോട്ടോ എടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചു. അത് ഡിസൈനർ എന്താ പണിക്കാർ ഇവിടെ ഞങ്ങളെല്ലാം മിഷനറി സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിർത്തി ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം കൂടുതലും ടേക്ക് വുഡും പ്ലൈവുഡും വെച്ചിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. സീലിംഗ് എല്ലാം പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്നത് മെയിനായിട്ടുള്ളൊരു ഹാളാണ്. ഈ ഹാളിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിലേക്ക് പോയാൽ ബെഡ്റൂമുണ്ട്, നിസ്കാര റൂമുണ്ട്, കുട്ടികളുടെ കിഡ്സ് റൂമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ്സ് ഈ ഹാളിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് ഇതിൻ്റെ അതെല്ലാം വുഡ് വെച്ചുള്ള ഒരു ഡിസൈനാണ്. ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്. ഇതൊന്ന് പണിതെടുക്കണമെങ്കിൽ ഈ വുഡിൻ്റെ ഇതൊന്നൊക്കെ വളച്ചെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഏറ്റവും കൂടുതൽ കോസ്റ്റും വന്നത് ഈ സ്റ്റെപ്പിനാണ് വന്നത്. അത് അങ്ങനെ വേണമെന്ന് ഞാനൊരു ഡിസൈൻ എടുത്തതായിരുന്നു. അതിൽ സ്റ്റീൽ ഫാബ്രിക് സ്റ്റീൽ വർക്കും കൊടുത്തിട്ടുണ്ട്, വുഡും കൊടുത്തിട്ടുണ്ട്. ടെക്ക് വുഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് ബെഡ്റൂമാണ്, കുട്ടികളുടെ ബെഡ്റൂമുണ്ട്. പിന്നെ ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടുണ്ട് നാനോ വൈറ്റിൻ്റെ നമ്മുടെ കണ്ണനെന്നും പറഞ്ഞ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഈ ബാത്റൂമും ഇവിടെയുള്ള എല്ലാ ടൈലുകളെല്ലാം അവൻ്റെ തന്നെ ഡിസൈനാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത് ബാത്റൂമൊക്കെ ചെയ്തേക്കണം അവൻ്റെ തന്നെ ഡിസൈനാണ്. സീലിംഗ് നമ്മുടെ വേറൊരു സുഹൃത്താണ്, അവൻ്റെ തന്നെ ഓരോരോ പാട്ടായിട്ട് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്യിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ സീലിംഗൊക്കെ ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഡിസൈൻ ചെയ്യിച്ചെടുത്തതാണ് ഇതെല്ലാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ ഒരു ഡൈനിങ് ഏരിയയാണ്. ഇതിലൂടെ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കോക്രീ ഷെൽഫ് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ. ഞാനിതൊക്കെ ഓരോ പിക്ചർ കണ്ട് അഴിച്ചു കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും കിട്ടും. അതിൻ്റെ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കൊടുത്ത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇൻറ്റീരിയർ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യിച്ചതാണ്. കുറേ നെറ്റിൽ നിന്ന് എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യിച്ചായിരുന്നു. ഇതിൻ്റെ മേളിലൊക്കെ നോക്കിക്കേണ്ട നല്ലൊരു എന്താ പറയേണ്ടത് പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചിരിക്കുന്നതാണ്. 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് തന്നെ അല്ല, അതൊരു ഫാൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഒരു നിസ്കാര റൂമുണ്ട്. ഇത് നിസ്കാര റൂമാണ്. അത് ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമാണത് കാണിക്കുന്നത്. അല്ല തസ്നേ, ഇതെങ്ങനെ ബെഡ്റൂമിലേക്ക് പോകണ്ടേ? റിലേ പോകാനുണ്ട്. ഇതെങ്ങനെയൊന്ന് എടുത്താൽ മതി എന്നുള്ള ചിന്തയായി. ഓക്കെ, ഇതാണ് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണത്. ഞങ്ങൾ പകൽ സമയങ്ങളിൽ ചിലവഴിക്കുന്ന ഞാനും മക്കളും ചിലവഴിക്കുന്ന റൂമാണിത്. രാത്രിയിൽ മാത്രമേ മേളിലേക്ക് പോകാറുള്ളൂ. കാരണം നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി വരുമ്പോൾ കാലുവേദനയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആ സൈഡിലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾപേപ്പറിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഹെഡ് റെസ്റ്റിൻ്റെ മേളിലും വാൾപേപ്പർ തന്നെയാണ്. ഹെഡ് റെസ്റ്റിൻ്റെ മേളിലൊരു വാൾപേപ്പറാണ്. അതിലാണ് കോട്ട്, അതിൽ താഴത്തേക്കാണ് കോട്ട് വന്നിരിക്കുന്നത്. സീലിംഗ് മൊത്തം വന്നിരിക്കുന്നത് പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചിരിക്കുന്നതാണ്. ആ കാണുന്ന ഒരു ഫാനും ലൈറ്റും കൂടിയുള്ളതാണ്. മോഡേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഫ്ലോറും ചെയ്തിരിക്കുന്നത് വുഡാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ ബാലൻസ് വരുന്ന വുഡെല്ലാം എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ സെൻട്രൽ. അതൊരു ഭംഗിയുമാണ്, നമുക്ക് നടക്കാൻ സുഖം ഇതിലായിരിക്കും. അവിടെ ഒരു കബോർഡ് വന്നിട്ടുണ്ട്. കബോർഡ് എല്ലാം അക്രലിക്കിലാണ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേഷ്യസ്, അതായത് ഒരുപാട് സാധനം അതിലേക്ക് കയറാവുന്ന ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അക്രലിക് ആണെങ്കിൽ നമുക്കൊന്ന് വെറുതെ തുടച്ചെടുത്താൽ മതി. നല്ലൊരു എപ്പോഴും ഗ്ലേസിങ് ഉണ്ടാകും, ഗ്ലോസി ആയിട്ടായിരിക്കുന്നത്. അതുപോലെ കർട്ടൻ തന്നെ ഒരു മാറ്റ് കളറിലാണ്, മാറ്റായിട്ടുള്ള ഒരു ഇതിലാണ്, ഡബിൾ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലീഫിൻ്റെയും അതിന് യോജിക്കുന്ന ഒരു മാറ്റ് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. കർട്ടനും അതിലൊരു കവർ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ കവറൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്യിക്കാം. ഞാൻ പ്ലെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ്, നമുക്ക് ടി വിയുടെ ഒരു പോർഷനുണ്ട് വേണമെങ്കിൽ. ഇതെല്ലാം തസ്നിയുടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ചെയർ കൂടി ഇട്ടിട്ടുണ്ട്. ഈ കോട്ടും ഈ സെറ്റിയും ഈ ലൈറ്റ്സും ഈ എല്ലാം ഞങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ചൈനയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു മിറർ ഏരിയ ഉണ്ട്. ഒരു മിറർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ മിറർ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്നൊരു ഡിസൈനാണ്. അവിടെ തന്നെ ഒരു നമ്മളുടെ ഒരു വാഷ്റൂമും ഉണ്ട്. ഇതാണ് ബെഡ്റൂം. ഇതാണ് എൻ്റെ ഒരു ഇളയ മോൻ, ഇതാണ് എൻ്റെ മൂത്ത മോള് ബത്തുൽ ഫാത്തിമ, അതായത് ബഹജ ഫാത്തിമ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കുഞ്ഞൂസ്. എൻ്റെ ബായ്സ് എന്ന പേര്. അവൻ ഇപ്പൊ കുറുമ്പായിട്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ റൂമാണ്. ഇതിൻ്റെ എല്ലാം പിങ്ക് തീമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് അതുപോലെ തന്നെ, ഫാനും അതുപോലെ ഒരു പിങ്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. എനിക്ക് ഒരു മിറർ കൂടെ പിങ്ക്, ഇച്ചിരി ഡാർക്ക് പിങ്കായി കിട്ടിയത്. ഇത് മൂത്ത മോള് സ്റ്റഡി ചെയ്യുന്ന സ്ഥലമാണ്. അയാൾ എപ്പോഴും ഭയങ്കര നീറ്റായിരിക്കും. കണ്ട, ഞാനിത് ഞാനിതൊന്നും ഡിസൈൻ ചെയ്തിട്ടില്ല. ആളുടെ സ്റ്റഡി ചെയ്യണം. ആൾ ഭയങ്കര നീറ്റായി അടുക്കും ചിട്ടായിട്ടായിരിക്കും എല്ലാം നിൽക്കുന്നത്. അയാളുടെ ഒരുപാട് കാര്യങ്ങളാണ്. അയാളുടെ സ്ഥലം അയാളെപ്പോഴും നീറ്റായിട്ടുള്ള വെച്ചേക്കുള്ളൂ. ഇത് ഇളയ മോളുടെയാണ്, ബഹിജാടെയാണ്. നീറ്റായിട്ട് അത് ചെറുതായത് കൊണ്ടിട്ട് അത്രേ ഉള്ളു, അതുകൊണ്ടിട്ടാണ്. മോൻ്റെ കാറും ബെഡുമാണ്. ഇതിൽ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ട്, ഞാനത് ഇട്ടില്ല. ഈ ബെഡ് എന്ന് പറയുന്നത് 3 സെറ്റാണ്. ഒരു സെറ്റ് മേളിൽ കുട്ടികൾക്ക് കിടക്കാം, താഴത്തുണ്ട്. ഇനി ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലും വിസിറ്റേഴ്സ് വന്ന് 3 ലെയറായിട്ട് ഇതൊരു ബെഡ് കൂടിയാണ്. ഇത് കുട്ടികളുടെ വാഷ്റൂമാണ് ഈ കാണുന്നത്. കുട്ടികളുടെ ചെറിയൊരു, ഈ ബെഡ്റൂം ഞങ്ങളുടെ പ്ലാനിലില്ലായിരുന്നു. ഇതെങ്ങനെ ഈ ബാത്റൂം ഇവിടെ കൊണ്ടുവരുമെന്നുള്ള ആകെ കൺഫ്യൂഷനായിരുന്നു. പുറത്ത് കൊണ്ടുവന്നാൽ അങ്ങനെ ഈ സൈഡ് തന്നെ ആക്കിയതാണ് ഈ വാഷ്റൂമിന്. ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കൂടുതലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഇവിടെയാണ്. കുട്ടികൾ ഫുള്ള് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നോക്കിയാൽ കാണാം അവർ ഫുൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു ഉപകാരമുള്ളൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ടെസ്റ്റർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇവിടെയാണ്. ടെസ്റ്റർ വർക്കാണ് ഇവിടെ അല്ലേ? അത്ര ഇരിക്കാറില്ല അല്ലേ? അത് തന്നെ, ഇതിൽ ടെസ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ നേരത്തെ ആ സൈഡിൽ വരേണ്ടതാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമുക്കിങ്ങനെ ഹാൾ ഇടുങ്ങിപ്പോകും, ഈ ഒരു സ്റ്റെയർ ഇത്രയും വലിപ്പത്തിൽ ഇങ്ങോട്ട് കയറി വന്നാൽ ഇടുങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സജഷൻ പ്രകാരമാണ് ഞങ്ങളിത് കുറച്ച് ബാക്കോട്ട് നീക്കി വെച്ചത്. അപ്പോൾ അത് ഒരു നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ഭംഗിയായിട്ട് വന്നു. അപ്പോൾ അതിന് പൂള് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഇരിക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ പൂള് ബാക്കിലേക്ക് മാറ്റി. അങ്ങനെ പിന്നെ ബെഡ്റൂം 2 ബെഡ്റൂമാണ് താഴെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഇത്ര ഇറക്കിയപ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബെഡ്റൂം കൂടി കൊടുക്കാം, കാരണം പാപിച്ച് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റൂം 1-2 റൂം താഴെ വേണം. എപ്പോഴും മേളിലെ റൂം നമ്മൾ യൂസ് ചെയ്യൂല. എല്ലാവരും പറയാറുള്ളൊരു സംഭവമാണ് മേളിലെ റൂം വളർന്നിട്ടിട്ട് പിന്നെ അത് എപ്പോഴും ഉപയോഗിക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എലിവേഷൻ വേണമെങ്കിൽ മേളിൽ കൂടി എടുക്കണം. വീടിൻ്റെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീടിൻ്റെ എലിവേഷൻ, അതായത് പുറത്തുനിന്നുള്ള ഭംഗി വേണമെങ്കിൽ മേളിൽ കൂടി എടുക്കാതെ ഒരു ഭംഗി ഉണ്ടായില്ല.
ഒറ്റ ലെയർ വീടാണെങ്കിൽ പുറത്തുനിന്നുള്ള ഭംഗി ഉണ്ടാകില്ല, അകത്തുനിന്ന് നല്ല ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ കുട്ടികളുടെ റൂം അങ്ങനെ ആ ഒരു സൈഡിലോട്ട് വന്നത്. ഇപ്പം നമ്മളുടെ എന്താ പറയണ്ട പൂള് ഏരിയയിലേക്ക് പോവാം. ഇപ്പം ഇത് ആദ്യം തന്നെ നെറ്റിൽ നിന്ന് ഡിസൈൻ എടുത്താന്ന് പറഞ്ഞല്ലോ. നെറ്റിൽ നിന്ന് ഡിസൈൻ എടുത്തെന്ന് പറഞ്ഞത് അതാണ്ട് 4500 സ്ക്വയർ ഫീറ്റ് ഉള്ളായിരുന്നു. അന്നേരമാണ് ചെറിയ ഒരു പൊസിഷനായിരുന്നു ഈ സംഭവമൊക്കെ ഫ്രണ്ടിൽ വന്നത്, ഈ സ്റ്റെയർ കേസൊക്കെ ഫ്രണ്ടിൽ വന്നത്. ഈ പൂൾ അന്നേരം ഞാൻ ഡിസൈൻ ചെയ്തത് നേരെ വെർട്ടിക്കലായിട്ടായിരുന്നു, നേരെയായിരുന്നു. ഇതിപ്പോൾ വൈഡാക്കിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് പൂൾ ഏരിയ. അത് ഞാൻ ഈ പൂള് പണിതപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, വെറുതെ ഷോ ആയിട്ടുള്ള പൂളല്ല വേണ്ടത്. എന്താ പറയുക, എനിക്ക് എക്സർസൈസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്ററാണ് ഇത്. പൂള് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള വാഷ്റൂമൊന്നും നമുക്ക് നീറ്റായി അല്ല വെള്ളമോ അല്ലെങ്കിൽ ഇതാ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു വാഷ്റൂമും ഈ പൂള് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു ഉഷാറുണ്ടാവും, നല്ലൊരു എനർജി ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഈ പൂളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ജാക്കോസി ഉൾപ്പെടെയാണ്. ഞാൻ ആ ജാക്കോസി പ്രവർത്തിച്ച് കാണിച്ചു തരാം. ഇതൊരു ജാക്കോസിയാണ്. നമുക്കതിൽ ഇരുന്ന് കൊടുത്താൽ മസാജ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് താഴെ ഇരുന്നിട്ട് വെള്ളം കൊണ്ട് തന്നെ ഒരു മസാജിങ് ആണത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വാഷ്റൂമാണ്, വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ പൂളിലേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഇതിലൊരു ഓട്ടോമാറ്റിക് ഷട്ടറുണ്ട്, നമുക്കിതൊരു ക്ലോസ് ചെയ്യാനായിട്ട്. ആ ഭിത്തിയുടെ കാര്യം പറഞ്ഞില്ല അപ്പുറത്ത്, അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്സ്. എല്ലാവരും ചോദിക്കുന്ന കാര്യം ആ പിക്ചർ. ഞാനപ്പോൾ ആ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കടൽ എന്താണ് അവിടെ നിന്ന് നോക്കുന്നത്, ഒരു കടൽ സൈഡ് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിക്ചർ. അതായത് അത് വാൾപേപ്പർ അല്ല, വിനയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിനയിലിൽ പിക്ചർ അടിച്ചിരിക്കുന്നതാണ്. ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നുന്നത്. കാര്യം പെയിൻറ്റ് വൈറ്റ് സൈഡ് അടിച്ചതൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ രണ്ടാമത് പെയിൻറ്റ് അടിക്കാനായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഈ പിക്ചറുള്ള സ്ഥലമൊന്നും ഒരു കുഴപ്പമില്ല, വാൾപേപ്പറും പിക്ചറുള്ള സ്ഥലത്തൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ താഴത്തെ ഫ്ലോറിലുള്ള ബെഡ്റൂമുണ്ട്, മൂന്നാമത്തെ ബെഡ്റൂമുണ്ട്. എൻ്റെ ഉമ്മയുടെയും പാപ്പയുടെയും ബെഡ്റൂമാണ്. അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട്, അവരുടെ ദുആ കൊണ്ടിട്ടാണ് ഞാൻ ഒരു വീടില്ലാതിരുന്ന വ്യക്തി ഇങ്ങനെ ഒരു വീട്ടിൽ താമസാക്കാനുള്ള അവരുടെ കരുണ കൊണ്ടുള്ള പ്രാർത്ഥന തന്നെയാണ്. അവർക്ക് വേണ്ടി അവർ നല്ലൊരു ഇതിൽ കിടക്കാൻ വേണ്ടി അവരുടെ ബെഡ്റൂമാണ് ഏറ്റവും ക്ലാസ്സായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉമ്മാക്ക് ഗ്രീനാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ മൊത്തം ആ ബെഡ് കോട്ടെല്ലാം ഗ്രീനാണ് മൊത്തം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കർട്ടനും ഗ്രീനാണ്. ഉമ്മച്ചി എപ്പോഴും ആ നിസ്കാര റൂമിലാണ്. ആ നിസ്കാര റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം, എപ്പോഴും ഉള്ളെടുത്താൽ നനഞ്ഞ ആ ഒരു ഇതിലാണ്. എപ്പോഴും ഉമ്മച്ചി നിസ്കാര റൂമിൽ തന്നെയാണ്. ഈ റൂമിൽ ഇരിപ്പൽ കുറവാണ്. ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു നല്ലൊരു എന്താ പറയുക, ഇതൊക്കെ ഞാൻ ബെഡ് സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കർട്ടൺ നോക്കിയിട്ടുണ്ട്, ഗ്രീനിലാണ് കർട്ടൺ വന്നിരിക്കുന്നത്. 2 സ്ഥലവും ഗ്രീൻ, ഒരു ലീഫ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കോട്ടും കൊടുത്തിരിക്കുന്നത്, കട്ടിൽ കൊടുത്തിരിക്കുന്നത് ഗ്രീനാണ്. പച്ചപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ ഉമ്മച്ചിക്ക്. പച്ച ചെടികൾ എന്നെപ്പോലെ തന്നെ എനിക്ക് ചെടിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവിടെ ഉമ്മച്ചിയാണോ പറഞ്ഞത്. കകാലിൽ കൂടുതൽ ഉമ്മച്ചിയാണ് പറയുന്നത്, വച്ചോ നല്ലതല്ലേ, നമുക്ക് ഓക്സിജൻ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നതൊക്കെ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ. നേരെ ഇവിടെ ഒരു ഷോ പീസ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് പോലെയായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെയാണ് വാർഡ്രോബ്, വാഷിംഗ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വാപ്പിച്ചിയാണിത്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ വാപ്പിച്ചിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് കക്കട വാപ്പിച്ചി. വാപ്പിച്ചിയുടെ ഹായ് പറഞ്ഞേ. നമ്മളെ ഇതിൽ കാണുന്ന എല്ലാവരും വാപ്പിച്ചിനെ ചോദിക്കാറുണ്ട്. അസ്സലാമു അലൈക്കും പറഞ്ഞേക്ക് എല്ലാവരോടും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വാപ്പിച്ചി. ഉമ്മച്ചി വരുന്നില്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഉമ്മച്ചി അങ്ങനെ വീഡിയോയിൽ ഇതിലൊന്നും അങ്ങനെ വരാറില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ തസ്നിയുടെ സ്ഥലമാണ്, നമ്മുടെ ഏരിയ ആണ്. ഞങ്ങളുടെ ഗ്യാസ് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നപ്പോൾ അവിടുത്തെ ഗ്യാസ് അടുപ്പ് പോരാതെ വന്നാൽ മാത്രമാണ്. അല്ലാത്തപ്പോൾ ഫുൾ എപ്പോഴും ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണ കാണാനാണ് എനിക്കിഷ്ടം. കുറച്ച്
കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ്സിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം കബോർഡ്സിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ തള്ളി നിറച്ച് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം വാങ്ങിക്കുക. വെറുതെ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ ഇക്കാക്ക കിച്ചണിൽ കയറുമ്പോൾ പറയും ഇവിടെ ഒരു പാത്രം ഇല്ല എന്ന് പറയും. കാരണം അവർക്ക് കയറുമ്പോൾ ഓരോന്ന് എടുക്കാൻ ഓരോ പാത്രങ്ങൾ വേണം. നമ്മളത് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം എടുത്ത് അത് കഴുകി അത് തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യും. കാരണം നമ്മൾ തന്നെയല്ല അത് ക്ലീൻ ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓർഗനൈസേഷൻ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഒരു ഓവനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓവൻ എനിക്ക് ഉപകാരമുണ്ട്. പക്ഷേ അത്യാവശ്യം ഇപ്പോൾ മക്കളാണെങ്കിലും ഇക്കായാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡ് പെട്ടെന്ന് തന്നെ ചൂടാക്കി കഴിക്കണമെങ്കിൽ അവർ കഴിച്ചോളും. പക്ഷെ ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നത്. കാരണം എനിക്ക് ഓവനിലും ഏറ്റവും ഇഷ്ടം ഗ്യാസിൽ തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചണിൽ നിന്ന് വരുന്ന ഔട്ട്ഡോറാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു പുറത്തൊരു കിച്ചൺ വേണമെന്ന് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു ഈ ഒരു കിച്ചൺ നമ്മളിവിടെ ഇട്ടിട്ട് വേറൊരു കിച്ചൻ്റെ ആവശ്യമില്ലാന്ന്. പക്ഷേ ഇപ്പോൾ ഇക്ക സമ്മതിച്ച് തന്നിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ ഉള്ളതുകൊണ്ട് കുറേ അലമ്പ് കുട്ടികൾ കളിക്കുന്ന സ്പേസാണിത്, TV കാണുന്ന സ്പേസ് ഇവിടെയാണ്. അതുപോലെ ഈ ഒരു കിച്ചണിലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് എന്തെങ്കിലും നമ്മളിപ്പോൾ ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് തന്നെ നമുക്കൊരു ടെൻഷനും വേണ്ട. ആ ഒരു ഡോർ അടച്ചിട്ട് മതി, അവരൊന്നും അറിയില്ല എന്നോർത്ത് ഞാൻ ആ കിച്ചൻ്റെ ഓർഗനൈസേഷൻ കാണിച്ചു തരാം. അതും നീറ്റായിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് താഴത്തെ റൂമുകൾ, കിച്ചൺ, എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. പൂളെല്ലാം കണ്ടു. ഇനി നമുക്ക് മേളിൽ 2 ബെഡ്റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണം ബെഡ്റൂം അല്ല, ഒരെണ്ണം തിയേറ്റർ റൂമും ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമുമാണ്. നമുക്കപ്പോൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കാണിക്കാൻ പോകുന്നത്. ഇണക്കവും പിണക്കവും വഴക്കും ഇതെല്ലാം ഉള്ളൊരു ബെഡ്റൂം, സാക്ഷിയാവുന്ന റൂമാണ്. ഇത് കോട്ടാണ് കേട്ടോ, സെൻട്രലിൽ കൊടുത്തിരിക്കുന്ന കോട്ടാണ്. ആ കോട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ആ മസാജിങ്ങിനുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ അതിലൊരു സ്പീക്കർ സിസ്റ്റം, പിന്നെ ഹെഡ് ബോർഡിന്റെ അവിടെ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ട്, ഒരു ലൈറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ലെന്നുള്ള കാര്യമാണ് സത്യം. കാര്യം ഇതിനുള്ള അതൊന്നും ടൈം കിട്ടാറില്ല. ഇതൊന്നും എപ്പോഴും വർക്കൊന്നും ചെയ്യില്ല, നമ്മൾ കാണുമ്പോഴുള്ള ഒരു ഷോയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു സിറ്റിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടുത്തത് ഏതാണത്? ഇവിടെ നോക്കിയേണ്ട ഈ സൈഡ് ഇത് ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ടെക്സ്ചർ വർക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ട് ആ ഡിസൈൻ വാൾപേപ്പർ ആയിരുന്നെങ്കിൽ ഡിസൈൻ മാറ്റി കൊടുക്കാം. ടെക്സ്ചർ വർക്കാണെങ്കിൽ ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈൻ മാറ്റണം. അവിടെ ചെറിയൊരു ഫ്ലവർ, തസ്നിയുടെ ഫ്ലവറാണ് ആ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം വീഡിയോ ചെയ്തപ്പോൾ ആ ഫ്ലവർ വെച്ചിരിക്കുന്ന ഒരു കൂജയാണ് ഈജിപ്തിൽ നിന്ന് മേടിച്ചിരിക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ ഐറ്റം നോക്കാനായിട്ട് ഈജിപ്തിൽ നിന്ന് മേടിച്ചതാണ്. അത് ചൈനയിൽ നിന്ന് കൊണ്ട് ആ ഫ്ലവർ അല്ലേ കാണാൻ ഭംഗിയുണ്ട്, നമുക്ക് ക്ലീനിങ് എളുപ്പമാണ്. ഞാൻ അതാണ് നോക്കണം കൂടുതലും. സീലിംഗ് നോക്കണ്ടേ, സീലിംഗ് എല്ലാം നമ്മളൊരു പ്ലെയിൻ സ്ക്വയർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം നമുക്ക് എന്താ പറയണ്ട, വുഡ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പ്ലൈവുഡാണ് കേട്ടോ, പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ വാൾഡ്രോപ്പാണ് കാണിക്കുന്നത്. അടുത്തത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, നല്ല അല്ലേ. ആ ഏരിയ ഫുൾ നമ്മൾ കബോർഡ് കൊടുക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് എല്ലാ ഒരു സാധനം പുറത്ത് കിടക്കരുത്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം. നമുക്ക് ഇതൊരു കബോർഡ്സ് കൂടുതൽ റൂമുകളിൽ കൊടുത്താൽ നമുക്ക് എല്ലാ സാധനവും അതിൻ്റെതായ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് അക്കറിലേക്ക് ഷീറ്റും വിനീറും ആണ് കേട്ടോ. ഒരു മറ്റേ ബീഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു വാഷ്റൂമായിട്ട് വന്നിരിക്കുന്നത്. അവിടെ സ്റ്റീൽ ബീഡിങ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ, ബെഡ്റൂമിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഹാളിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അല്ലേ, നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു ഹാളാണ് കാണുന്നത്. അത്യാവശ്യം താഴെയുള്ള ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഇവിടെ ഈ ഹാള് വരുന്നത്. അവിടെ ഭംഗിയുള്ള ഒരു എന്താ പറയണ്ട, ഒരു കുപ്പി വുഡിൻ്റെ ഒരു ബോട്ടിൽ പോലെ ഒരു സംഭവം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് ഇന്തോനേഷ്യ കേട്ടോ. അത് പിന്നെ ഞാൻ പോയ രാജ്യങ്ങളിലെ ഓരോരോ കളക്ഷൻസാണ്
ഓരോ രാജ്യം. ഫ്രാൻസിൽ പോയതുണ്ട്, ഈഫൽ ടവർ ഉണ്ട്, ചരിഞ്ഞ ഗോപുരം, ഈജിപ്ത്, ലോകാത്ഭുതം, ഒരുപാട് സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ എല്ലാം പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കണതാണ്. ഹാൻഡ് റീൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ്സിലാണ് കേട്ടോ. ഗ്ലാസും ഒരു സ്റ്റീൽ പൈപ്പിലുമാണ് കൊടുത്തിരിക്കുന്നത്. മേലത്തെ സീലിംഗ് എല്ലാം എന്താ പറയണ്ട, പ്ലൈവുഡിൽ വിനീർ ഒട്ടിച്ചിരിക്കുന്ന, അതിലൊരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ഗോൾഡൻ കളർ. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. ഇവിടെ വീട്ടിലുള്ളപ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോസ് എടുക്കും. ഇത് കണ്ടില്ലേ, ഒരു ഓഡിയുടെ എംബ്ലമുള്ള ടേബിളാണ്. വണ്ടിയുടെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ടീപ്പോയാണ്. ഈ എംബ്ലത്തിൽ തന്നെയാണ് നമ്മളുടെ ഡൈനിങ് ടേബിളും ഉള്ളത്. ഈ ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ സെറ്റി നോക്കണ്ടേ, നല്ലൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു സെറ്റിയാണ് ഇത്. നല്ലൊരു ഭംഗിയായിരുന്നു അത് കൊണ്ടുവന്നു. ഞാൻ ഒരുപാട് കണ്ടായിരുന്നു. ഇതെല്ലാം ചൈനയാണ് കേട്ടോ, കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം ചൈനയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പില്ലർ താഴ്ന്ന കണ്ടിന്യൂഷൻ വരുന്നുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ഇത്രയും സ്പേസ് കിട്ടാൻ വേണ്ടി, ഒരു ഹാള് പോലെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അത് ഒഴിവാക്കാൻ പറഞ്ഞായിരുന്നു. അതിന് ഞങ്ങൾ രഞ്ജിത്ത് സാറുണ്ട്, പുള്ളിനെ ഒന്ന് വിളിച്ചായിരുന്നു ഞങ്ങൾക്കൊന്നൊരു ഇത് കിട്ടാൻ വേണ്ടി അല്ലേ. നമുക്കിപ്പോൾ ഇന്റീരിയർ കാര്യങ്ങൾ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പില്ലർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കിട്ടാനായിട്ട് എന്ന് വെച്ചാൽ ആ ഈ ഒരു ഫുൾ സ്പേസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്ക് സാറാണ് അതിനുള്ള സജഷൻ പറഞ്ഞത്. സാറ് പറഞ്ഞു നമുക്കിതിൻ്റെ മേളിലായിട്ട് ആ ഒരു ബീം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എന്താ പറയുക ഒരു തൂണ് മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് കിട്ടി. അപ്പോൾ സാറിന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞത് ഇവിടെ 3 പില്ലറുണ്ട്. ഈ പില്ലർ പൊതിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനീർ തന്നെ വെച്ചിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഡാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിലൊരു സ്റ്റീൽ ബിൽഡിങ് കൊടുത്തിട്ടുണ്ട്. ആ താഴ്ന്നു വരുന്ന കണ്ടിന്യൂഷൻ തന്നെയാണ് മേളിലും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭിത്തി നോക്കിക്കണ്ട്, ഈ ഒരു സൈഡിലൊരു ഭിത്തി കണ്ടോ, അതിൻ്റെ സൈഡിൽ തന്നെ അവിടെ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴ്ന്നു തന്നെ പോരുന്നതാണ് ആ ടെക്സ്ചർ വർക്ക്. അതിൻ്റെ മേളിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചം കിട്ടും. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മളൊരു പർഗോള കൊടുത്തിരിക്കുന്ന സ്ക്വയർ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മളുടെ മേശരിമാരുടെ പ്ലാനിങ് ആണ് നടന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് തിയേറ്ററിലേക്ക് പോവാം. തിയേറ്ററാണ്, ഹോം തിയേറ്ററാണ് ഉള്ളത്. അതിലേക്ക് പോവാം. ഇത് ആക്ച്വലി ഇത് നേരത്തെ ഒരു ഹോം തിയേറ്ററിൻ്റെ പ്ലാൻ ഇല്ലായിരുന്നു, ബെഡ്റൂമായിരുന്നു. മേളിൽ 2 ബെഡ്റൂം എന്നുള്ള ഒരു രീതിയിൽ ചെയ്തതാണ്. പിന്നീട് ഒരു ആഗ്രഹം ഒരു തിയേറ്റർ റൂമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ തിയേറ്റർ റൂമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് വിരലെല്ലാം ഉണ്ടാവുന്ന അല്ലേ. ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. അതൊരു എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നില്ല. കാരണം എനിക്കൊരു ഫിലിമ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് താല്പര്യമില്ല അധികം. അപ്പോൾ ഇതിവിടെ ഒരു ചെയർ ഇരിപ്പുണ്ട്. ഇതൊരു മസാജിങ് ചെയറാണ്. ഇതിപ്പോൾ എനിക്ക് ആകെ ഒരു ഗുണമുള്ള ഇതാണ്, നമ്മൾ ഫുള്ള് മസാജ് ചെയ്ത് പിഴിഞ്ഞ് കിട്ടുന്ന ടൈപ്പ് ഒരു ചെയറാണ് ഇത്. നിങ്ങൾക്ക് ഓരോ മാളിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ചൈനയിൽ ഇതൊരു വിലക്കുറവുള്ള കണ്ടിട്ട് ഞാൻ എടുത്താണ് അന്ന്. അത് വേണമെങ്കിൽ സ്ക്രീൻ നമുക്ക് ഹോൾഡ് ചെയ്ത് മേളിലേക്ക് മടക്കി വെക്കാവുന്ന ടൈപ്പാണ്. റിമോട്ടിൽ മടക്കി വെക്കാം. അപ്പോൾ ഒരു റൂം പോലെ വരും. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ബാത്ത് ടബും ഉണ്ട്. ഈ ബാത്ത് ടബൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് അധികമൊന്നും യൂസബിൾ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പൂളുള്ളതുകൊണ്ട് പിള്ളേർ അതിലാണ് കുറച്ച് യൂസ് ചെയ്യണം. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്സ് ആണ്. അപ്പോൾ സൗണ്ട് പ്രൂഫിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു മസാജറാണ്. നമ്മൾക്ക് ഫുള്ള് ബോഡി മസാജ് ചെയ്യാനുള്ളൊരു മസാജറാണ്. അടുത്തത് നമുക്ക് ജിമ്മിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഇവിടെ ഒരു ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്യുപ്മെൻറ്റേ ഉള്ളൂ. ഞാൻ എനിക്കൊരു ഡെയിലി യൂസ് ചെയ്യാനുള്ള ഡെയിലി വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമാണിത്. അതിൻ്റെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മേള്. സൈഡ് ഞാനിപ്പോൾ മഴ ചെയ്തുകൊണ്ടിട്ടൊരു കർട്ടൺ ഇട്ടേക്കണതാണ്. ആ കർട്ടണൊക്കെ നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുള്ള വ്യൂവും കിട്ടും. ഞാനിപ്പോൾ മഴ ചെയ്തുകൊണ്ടിട്ടാണ് അതൊരു കർട്ടൺ ഇട്ട് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡെയിലി വർക്കൗട്ട് ചെയ്യണ ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ ദിവസവും നമുക്കൊരു വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും വരുന്നത് ഈ ഒരു കൂടെ വരുമ്പോഴാണ്. അപ്പോൾ നമുക്കിനി ബാക്ക് സൈഡിലുള്ള ബാൽക്കണി ഉണ്ട്, അതൊന്ന് കാണാം. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ പറമ്പ്. ഇതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ പാടം തന്നെ ഉണ്ട് കേട്ടോ. പാടം നല്ലൊരു മരമൊക്കെ കൊണ്ടിട്ട് കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ മഴയില്ലെങ്കിൽ നല്ല രസമാണ്. പാടമാണ് നമ്മുടെ ബാക്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ
വിശേഷങ്ങൾ ഈ അവസരത്തിൽ ഈ വീടിൻ്റെ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ പണിത വ്യക്തികൾ, ഇതിൻ്റെ വേണ്ടി കണ്ണൻ, ഇതിൻ്റെ ടൈലിന് ഒരു ഡിസൈനറും ഇല്ലാതെ ഡിസൈൻ ചെയ്ത കണ്ണനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ അയച്ചു തന്ന കോഴിക്കോടുള്ള പിള്ളേർ, അവരുടെ പേരൊക്കെ വിട്ടുപോകണം ഇപ്പോൾ. മനു ഡിസൈൻ ഇതിൽ കണ്ട് അയച്ചു തന്ന മനു. അതുപോലെ തന്നെ സീലിംഗ് ചെയ്തവർ, പ്ലംബിങ് ചെയ്തവർ, വയറിങ്, എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ. കാര്യം ഇതിൻ്റെ അകത്ത് ഒരു പ്ലാൻ, ഇപ്പോൾ ടൈല് തന്നെ കണ്ണൻ്റെ പ്ലാൻ തന്നെയാണ്. എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. അവൻ്റെ ഒരു ഡിസൈനാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്യാം. ഒരു ഡിസൈൻ ചെയ്യാതെയാണ് നമ്മൾ അവൻ്റെ കാര്യം. ഇതിൻ്റെ അകത്ത് എല്ലാവരും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഞാൻ അങ്ങനെയാണ് നോക്കിയത്. ഒരുപാട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ അവസരത്തിൽ അവരെ കൂടി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേര്, ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഡ്രീമായ അടുത്തൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാറിൻ്റെ ഒരു പോർച്ചുണ്ട്, അതിൽ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ കാറിൻ്റെ ഒരു പോർച്ചാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ വീട് ഇത് കണ്ടില്ലേ, ഇതിൽ ജോയിൻ ചെയ്തൊരു അകത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഗേറ്റ്, അകത്തേക്കൊരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. വീടിൻ്റെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് പോലെ ആയിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളൊരു കാർ പോർച്ച് വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് വെഹിക്കിളുകളുണ്ട്. ഇത് ആദ്യം തന്നെ ഞാൻ കുറച്ച് നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ വില്ലീസ് ജീപ്പാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ അമേരിക്കയിൽ അന്നത്തെ ഷവ്വല്, അതിൻ്റെ പിക്കാസ് ഉണ്ട്, അപ്പുറത്ത് കോടാലി ഇരിക്കുന്നത്, ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോടാലി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ലോക്ക് തുറന്നാൽ ഓപ്പൺ ആവും. ഒരു ഗൺ റാഡൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഗൺ റാഡ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ നിവർത്തിയിടാം. ഇതിൻ്റെ ഞാനതൊന്ന് നിവർത്തി കാണിച്ചു തരാം. പിന്നെ ഇതിനൊരു വീഞ്ചൊക്കെ ഉണ്ട് കേട്ടോ, കെട്ടിവലിക്കാനുള്ള. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ആണ്. ഇതിങ്ങനെ മറച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കാം. ഒരുപാട് സ്പെഷ്യൽ. ഇപ്പോൾ സ്റ്റാർട്ടാകുന്ന വണ്ടിയാണ് അത്. ബാറ്ററി വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടാണ്. അത് ഇവിടെയൊക്കെ കുറച്ച് ഇതിൻ്റെ ആക്സസറീസൊക്കെ ഉണ്ട്. വില്ലീസിലൊക്കെ ഷവ്വല്, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വില്ലീസിൻ്റെ എല്ലാ ആക്സസറീസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു സൈക്കിളാണ്. ഞാനിവിടെ ഈ അരൂർ, ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെ ചവിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ചവിട്ടണാണ്. അത്യാവശ്യം വിലയുള്ള സൈക്കിളാണിത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചവിട്ടിയിട്ടില്ല. എന്തായാലും ചവിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ മഴ ചെയ്ത് കൊണ്ടിട്ടാണ്. ഇതൊരു ഹാർലിയുടെ ഫാറ്റ് ബോയ് വെഹിക്കിളാണിത്. ഫാറ്റ് ബോയ്. ഇത് സുസുക്കിയുടെ ഹയാബൂസ ആണ്. ഇത് യമഹയുടെ വണ്ടി. അതുപോലെ തന്നെ ഇത് ഫോർഡ് മസ്താങ് ആണ്. ഇത് നല്ലൊരു മസിൽ കാർ എന്നാണ്, അമേരിക്കൻ മസിൽ കാർ എന്നാണ് ഇതിന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് ഇതിൽ റൈഡ് ചെയ്യൽ തന്നെ നല്ലൊരു ഇതാണ്. ഇതെപ്പോഴൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അടുത്തത് ഫോർഡ് എൻഡോർ. ഞാൻ ആദ്യം ഫോർച്യൂണറായിരുന്നു, അത് കഴിഞ്ഞ് GLS എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത് ഓടിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് പേരോട് പറയുന്നത് ഈ വണ്ടി എടുക്കുക. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു എനിക്കിത് ഓടിച്ചു കഴിഞ്ഞ ശേഷം, കാരണം ഇത്ര പ്രൈസ് ഉള്ളൂ, നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് പോരാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൈഡ് ചെയ്യാം. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എൻഡോർ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യമൊന്നും പറയണ്ട, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്ത് പോവാം. എൻ്റെ മകൻ്റെ ബൈക്കാണ്, എൻ്റെ മകൻ്റെ ബൈക്കാണ്. അവനും വണ്ടിയുടെ ചെറിയൊരു ക്രൈസാണുള്ളത്. അവൻ്റെ ഒരു ചെറിയൊരു ജീപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു അംബ്രല്ല, ഒരു ചെയറും ഉണ്ട്. അത് പുറത്തിടുന്നതാണ്, പക്ഷേ ഞാൻ അകത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും മഴയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടിട്ട് അകത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മെറ്റലാണ്. ഇതാണ്. ഇതെല്ലാം ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു എന്താ പറയണ്ട, കുട്ടികൾക്കുള്ള ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞാനിവിടെ ടൈലിടാതെ ഇരിക്കുകയായിരുന്നു, ഇത്രയും ഭാഗം ടൈലിടാതെ. ഇവിടെ കുട്ടികളുടെ ഒരുപാട് ടോയ്കൾ കൊണ്ടുവരാൻ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയണ്ട, ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കൊണ്ടുവരാമെന്നുള്ള ഇതിലായിരുന്നു. ഈ ഊഞ്ഞാൽ ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചൈനയിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടത്തേലും പകുതി എമൗണ്ടേ വരുള്ളൂ. ഇവിടെ വരുമ്പോൾ അതിലും കൂടുതലായിരിക്കും. ഞാൻ എല്ലാവരും ചൈനയിൽ പോകാൻ പറയണത്. ചൈന എന്നാണ് നമ്മുടെ വേൾഡിൽ എല്ലായിടത്തേക്കും പോരുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കൊണ്ടിട്ട് ചൈനയിൽ നിന്നൊരു സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊന്നും അറിയില്ല. അന്നത്തെ കാലത്ത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ടൈല് മാറ്റാനുള്ള പ്ലാനിലൊക്കെ ഇട്ടതാണ്. ഇവിടെ കുറച്ച് കുട്ടികൾക്കുള്ള കളി സ്ഥലമായിട്ട് എടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അത് പിന്നെ ടൈലിട്ട് വെച്ച് പിന്നെ മാറ്റാനൊന്നും പറ്റിയില്ല. അവിടെ ഞങ്ങളുടെ ജോയിൻ ചെയ്താണ് ആ വീട് വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ
എലിവേഷൻ വന്നിരിക്കുന്നത്. 2.5 വർഷമായി ഈ വീട് ഞങ്ങൾ താമസം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇപ്പോഴും നല്ല സൂക്ഷിക്കുന്നുണ്ട്. ഇതിന് പിന്നെ എന്താ പറയണ്ട, പണിക്കാരാകെ ഒരാളേ ഉള്ളൂ. നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ. കാര്യം ക്ലീനിങ്ങിന് മാത്രമാണ്. അവിടെ മേളിൽ ഇവിടെ നനക്കാനായിട്ടൊരു ഇരിക്കാനുണ്ട്, രാവിലെ വന്നിട്ട് പോകും. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വീടിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത്. കാര്യം ഒരുപാട് ചാനലുകാരൊക്കെ വന്നായിരുന്നു നേരത്തെ. ഇങ്ങനെയുള്ളൊരു വീടുള്ളത് കൊണ്ടിട്ട് അവർക്കൊരു കാര്യം ഇങ്ങനെയുള്ള ആർക്കിടെക്ട് ഇല്ലാതെ ഇങ്ങനെ ഒരു പണിത ഒരു വീടെന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു അതിശയം ഉണ്ടാവും. അതിന് വന്നായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യമായിട്ടായിരിക്കും ഞങ്ങളുടെ ചാനലിൽ തന്നെ നമുക്കിത് ആദ്യമായിട്ട് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചതിന് നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേര്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ടൊക്കെ വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ما شاء الله ما شاء الله ما شاء الله ما شاء الله فيها الحلا يتحلى 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 ما شاء الله ما شاء الله ما شاء الله ما شاء الله فيها الحلا يتحلى 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 الله يحرسهم الله ونشوف لهم قولوا ان شاء الله الله يحرسهم الله ونشوف لهم قولوا ان شاء الله قولوا ان شاء الله نور الإيمان هو أصل النور الضيار لو حتلف في الكون مش هتلاقي وحدة زيها نور الإيمان هو أصل النور الضيار لو حتلف في الكون مش هتلاقي وحدة زيها ما شاء الله ما شاء الله ما شاء الله ما شاء الله فيها الحلا يتحلى 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 ما شاء الله ما شاء الله فيها الحلا يتحلى 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 الله يحرسهم الله ونشوف لهم قولوا ان شاء الله الله يحرسهم الله ونشوف لهم قولوا ان شاء الله قولوا ان شاء الله طيبة وحنان والأصالة فيها مقصالة وعرسنا قيمة وجاهة وخفة وأصله دين وصالة قولوا إن شاء الله